കുറച്ച് നാളായി നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമായുള്ള ഒന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാതലങ്ങളിൽ ആദ്യഘട്ടത്തിൽ യോഗങ്ങൾ നടന്നു. പിന്നീട് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട യോഗമാണിത്. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഭാവി കേരളം ഏത് രീതിയിൽ രൂപം കൊള്ളണം, അതുമായി ബന്ധപ്പെട്ട് ഓരോ ആൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 LDF ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ആശയവിനിമയങ്ങൾ ഒട്ടേറെ വേദികളിൽ വെച്ച് നടന്നിരുന്നു. അത് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വലിയ സഹായകമായി. പല ആശയങ്ങളും പുതുതായി അതിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തയ്യാറാക്കിയ പ്രകടന പത്രികക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ആ പ്രകടന പത്രികയാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 600 ഇനങ്ങളുള്ള പ്രകടന പത്രികയുടെ 570 എണ്ണവും 4 വർഷം പൂർത്തിയാകുമ്പോൾ നാം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബാക്കിയാകാൻ പാടില്ല എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പലവിധ പ്രതിസന്ധികളും ചിലത് പൂർത്തിയാക്കുന്നതിന് തടസ്സമായി വന്നു. അത്തരം കാര്യങ്ങൾ പിന്നീടുള്ള ഘട്ടത്തിൽ ഒരു നടപടിയിലൂടെ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾ തന്നെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ദിവസങ്ങളേ ഉണ്ടാവും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലുള്ള ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനം എങ്ങനെ വേണം, അതിനെക്കുറിച്ച് LDF രൂപപ്പെടുത്തിയൊരു വികസന കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണത്. അതൊരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം. ഇതാണ് നാം നടപ്പാക്കിയ വികസനത്തിൻ്റെ അന്തസത്ത. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വികസനത്തിൻ്റെ സ്വാദനുഭവിക്കാൻ കഴിയുക എന്നല്ല, സമൂഹത്തിനാകെ ആരും ഒഴിയാതെ എല്ലാ വിഭാഗങ്ങളും വികസന സ്വാദനുഭവിക്കണം. അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വികസിച്ചു വരലല്ല, എല്ലാ പ്രദേശങ്ങളും വികസന സ്പർശമേൽക്കണം. ഇതിനുതകുന്ന വിധമാണ്
നമ്മുടെ നയങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ സമയം അപഹരിക്കലായി പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു സമീപനവും അതിൻ്റെ പ്രതിഫലനവും ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും പശ്ചാത്തല സൗകര്യം മാത്രമല്ല അക്കാദമിക് മികവ് നേടുകയും ലോകത്തിലെ ഉന്നത നിലവാരത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു ഗ്രാമത്തിൽ സ്കൂൾ മാറുകയും ആ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ നമ്മൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്തെങ്കിൽ ഇപ്പോൾ 6,80,000 കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ ചേർന്നു ഈ കാലയളവിൽ എന്ന അഭിമാനത്തോടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു മാറ്റമാണ്. ആർക്കാണ് ഇതിൻ്റെ ഗുണം? നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ശേഷിയുള്ളവരുണ്ട്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും. സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വലിയ ഉന്നത നിലവാരമുള്ള കാശ് ചെലവിട്ട് പഠിക്കേണ്ട സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എല്ലാ വിദ്യാലയങ്ങളും ഒരേപോലെയാവില്ല. ഇപ്പോൾ സമ്പന്നനായാലും സമ്പന്നനില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാകെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക. ഇത് നാളെ ഭാവി കേരളം രൂപം കൊള്ളുന്ന തലമുറ, അതിനാണ് അതിൻ്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. വലിയ കഴിവുറ്റ ഒരു ഭാവി തലമുറയെ ഈ അടിത്തറയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഇതേപോലുള്ളതാണ് മറ്റു കാര്യങ്ങൾ. ആരോഗ്യരംഗത്തെ കാര്യം നിങ്ങൾക്കറിയാം. വീടില്ലാത്തവരുടെ വീട് നിർമ്മിച്ചു കൊടുക്കാനെടുത്ത പരിപാടിയെക്കുറിച്ചറിയാം. നമ്മുടെ നാട് വികസിക്കുന്നു, പക്ഷെ നാട്ടിൽ പലയിടത്തും മാലിന്യം കെട്ടിക്കിടക്കുന്നു. വെള്ളം നദിയിൽ ചവിട്ടാൻ പറ്റില്ല, അത്രമാത്രം മലിനമാണ്. അത് ശുദ്ധീകരിക്കാൻ നടത്തിയ പ്രവർത്തനം. കാർഷിക രംഗത്തെ നമ്മുടെ ഇടപെടൽ അത് എത്രമാത്രം സ്വീകാര്യമായ രീതിയിലായി എന്നാണ് നാം കാണേണ്ടത്. 2016 നമ്മുടെ കേരളത്തിൽ 12 ലക്ഷം ടൺ പച്ചക്കറിയായിരുന്നു ഉൽപ്പാദിപ്പിച്ചത്. 6 ലക്ഷം മെട്രിക് ടൺ, 6 ലക്ഷം ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പോൾ 15 ലക്ഷം ടൺ പച്ചക്കറി നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. ഈ പ്രളയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറെ കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതെങ്ങനെ വന്നതാ? നമ്മളെല്ലാവരും, നമ്മളെ വീട്ടുകാർ മുഴുക്കെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കടന്നു. ഒരു ചെറിയ തോതിലെങ്കിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. കാർഷിക രീതിയിൽ മാറ്റം വന്നു. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരോഗ്യദായകമായ കാർഷികോൽപ്പന്നങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയണമെന്ന ചിന്ത. ഇതൊക്കെ വികസനമാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇല്ലാത്ത വികസനം എന്ത് വികസനമാണ് എന്നാണ് അതിന് മറുപടി. ഇതോടുകൂടി മറ്റു രംഗത്തേക്ക് കടക്കുകയാണ് നാം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി IT രംഗത്ത് മാറ്റം വന്നിരിക്കുന്നു, വ്യാവസായിക മേഖലയിൽ മാറ്റം വന്നിരിക്കുന്നു, നമ്മുടെ കാർഷികാഭിവൃദ്ധി വലിയ തോതിലുണ്ടായിരിക്കുന്നു, തൊഴിൽ മേഖല നല്ലതുപോലെ വർദ്ധിച്ചു വരുന്നു.
എല്ലാ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. ഇപ്പോൾ നിങ്ങളുമായി സംവദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ വലിയ തോതിലുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയ നിങ്ങളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ചിലർ യാത്രകളെക്കുറിച്ചാണ്, ചിലർ ഭക്ഷണത്തെക്കുറിച്ചാണ്, ചിലർ വാഹനത്തെക്കുറിച്ചാണ്, ചിലർ സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ്, ചിലർ ഫാഷനെ കുറിച്ചാണ്, ചിലർ സൗഹൃദങ്ങളെക്കുറിച്ചാണ്, ചിലർ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, സിനിമയെക്കുറിച്ചാണ്, ചിലർ കലകളെക്കുറിച്ചാണ്, ചിലർ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുക എന്ന ദൗത്യം വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്തവരാണ് നിങ്ങളിൽ മഹാഭൂരിഭാഗം പേരും. ഒരേ സമയം ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നു, തിരിച്ച് അതേക്കുറിച്ച് ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഇടപെടലുകൾ സമ്മാനിച്ച അനുഭവങ്ങളുണ്ട്, അറിവുകളുണ്ട്. അതിലൂടെ രൂപപ്പെട്ട സവിശേഷമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ മുഴുകിയവരായതുകൊണ്ട് അത്തരം മേഖലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആ മേഖലകളിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടാകും. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആഴത്തിലുള്ള ധാരണകൾ ഉണ്ടായിരിക്കും. കേരളത്തിൻ്റെ സാങ്കേതിക മേഖലയുടെ വികസനത്തിനുതകുന്ന പല ആശയങ്ങളും നിങ്ങളുടെ പക്കലുണ്ടാകാം. യാത്രകൾ ചെയ്യുന്നവർക്ക് കേരളത്തിൻ്റെ ടൂറിസം മേഖല, ആ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ പര്യാപ്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടാകും. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നവർക്ക് ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ അറിവുകൾ സമൂഹത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഇതാണ് നാം ഈ പരിപാടിയോട് ഉദ്ദേശിക്കുന്നത്. അതൊരു അവസരം ഒരുക്കുകയാണ്. ഈ ആശയങ്ങളെല്ലാം ഒരു ചർച്ച കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് കാണേണ്ടതില്ല. പക്ഷെ ഈ ചർച്ച നാം കാണേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭാവി കേരളം രൂപപ്പെടുത്താനുള്ള ഒരു ആശയം തയ്യാറാക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട അടിത്തറയായിട്ട് മാറും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അതനുസരിച്ച് വിലയിരുത്തപ്പെടും. അതിന് ഈ സംവാദം ഉപകരിക്കും. തുറന്നുള്ള സംവാദങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ ഏതെല്ലാം തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ വേണ്ടിവരും എന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 4.25 വർഷത്തിൻ്റെ നിങ്ങൾ കാര്യങ്ങൾ പൂർണ്ണമായി പറയുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഒരു പരിധി നമ്മൾ കാണണം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. ആശയങ്ങൾ വിശദമായി അവതരിപ്പിക്കാൻ നമുക്ക് സമയം ലഭിക്കുമോ എന്ന് സംശയമാണ്. അപ്പോൾ ചുരുക്കി പറയുക, എഴുതി തരാൻ പറ്റുന്നവരൊക്കെ വിശദമായി ആ കാര്യങ്ങൾ എഴുതി തരിക. പറഞ്ഞവര് ആ കാര്യങ്ങൾ വിശദമായി എഴുതുകയും കൂടി ചെയ്താൽ വളരെ നന്നായി. പറയാൻ പറ്റാത്തവരും ആശയങ്ങൾ എഴുതി തരുന്ന നിലപാട് സ്വീകരിക്കണം. നമുക്ക് ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം
മറ്റൊരാൾ ആവർത്തിക്കണമെന്നില്ല. നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും. ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകും. പിന്നെ നമുക്ക് അത്തരം നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് കടക്കാം. ആമുഖമായി മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ആദരണീയനായ മുഖ്യമന്ത്രി ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഓപ്പൺ സെഷൻ മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രഭാഷണത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി കവറേജ് അവസാനിപ്പിച്ച് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് 3 ആശയങ്ങളാണ്. ഒന്നാമത്, ഞാനൊരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പൊതുവായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ചിൽഡ്രൻസ് പാർക്കുകൾ. അപ്പോൾ പല രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം 1970 കാലഘട്ടത്തിൽ വരെ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് 2 മക്കളുണ്ട്. ഈ 2 കുട്ടികളും കൂടി വൈകുന്നേരങ്ങളിൽ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂർ ഇരിക്കുകയാണ് എൻ്റെ വീട്. അപ്പം നമുക്ക് അവിടെ ഒരു സ്ഥലമില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചിൽഡ്രൻസ് പാർക്കുകൾ തുടങ്ങിക്കൂടാ? അതിന്റെ കൂടെ തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും ചിൽഡ്രൻസ് പാർക്കുകൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അതും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരുപാട് ചേച്ചിമാരുടെ കുടുംബശ്രീയൊക്കെ അപ്പം ഇവരെ മുഖേന എന്തുകൊണ്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൂടാ? പിന്നെ നമുക്ക് വേണമെങ്കിൽ നഗരങ്ങളിലൊക്കെ ചിൽഡ്രൻസ് പാർക്കുകളും അല്ലെങ്കിൽ പാർക്കുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റും കുട്ടികൾക്കും ഈവനിങ് കറങ്ങാനും അതുപോലെ നമ്മളെപ്പോഴത്തെ ആൾക്കാർക്കാണെങ്കിൽ നടക്കാനൊക്കെ ഈവനിങ് ഒരു സ്ഥലം. ഇതാണ് ഒന്നാമത്തെ ആശയം. പിന്നെ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിൽ നമ്മൾ പ്രതികരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. പല സിറ്റികളിലും പോയി കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് കൊണ്ട് കുടുങ്ങിയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടൊരു മൾട്ടി ലെവൽ, ഇപ്പൊ സാധാരണ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് വരുന്നത്. പല രാജ്യങ്ങളിലും ഗ്രൗണ്ടിലല്ല, പാർക്കിങ്ങിനായി 5-10 നിലയുടെ ബിൽഡിങ്ങുകൾ പണിതിട്ട് അതിൽ ഒരേ സമയത്ത് 100 മുതൽ 500 കാറുകളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ? ഈ 2 കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ കാര്യങ്ങൾ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഒരു റിക്വസ്റ്റ് കൂടിയാണ്. എന്തുകൊണ്ട് നമുക്ക് നിയമപരമായ നിയമാനുസൃതമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വരാത്ത വിധത്തിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടികളിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല? ഈ 3 കാര്യങ്ങളാണ് മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. അതായത് നമുക്കെല്ലാം അറിയുന്നത് പോലെ K-PHONE എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും കുറഞ്ഞ ചിലവിൽ ഇന്റർനെറ്റ് സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനൊക്കെ മുൻപ് തന്നെ നമ്മുടെ ജനവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് മൊബൈൽ കവറേജ് എത്തിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഒരു കേരളത്തിന്റെ വികസനത്തിന് അത് ഒരുപാട് നന്നാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികളൊക്കെ പലരും വീടുകളിൽ ഇരുന്ന് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ പലരും വീടുകളിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതിന് മൊബൈൽ ഡേറ്റ വഴി ഇന്റർനെറ്റ് ലഭിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മൊബൈൽ കവറേജ് അത്യാവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു മൊബൈൽ കവറേജിന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ദേശീയ പാതകളെ അടിസ്ഥാനപ്പെടുത്തിയും പ്രധാനപ്പെട്ട സിറ്റികളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു മൊബൈൽ കവറേജ് നല്ല രീതിയിൽ നൽകുന്നത്. എന്നാൽ കുറച്ച് ഗ്രാമീണ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന എൻ്റെ വീട്ടിൽ പോലും നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട് മൊബൈലിൽ. എൻ്റെ വൈഫിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇല്ല മൊബൈൽ റേഞ്ച്. അപ്പൊ ഇതൊരു ഉള്ള സത്യം തന്നെയാണ്. അപ്പോൾ കേരളത്തില് മിനിമം ജനവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും മൊബൈൽ റേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിന്റെ വികസനത്തിന് ഒരു നല്ല ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് ഇതിനകത്ത് മുഖ്യമന്ത്രിയുമായിട്ട് എനിക്ക് നൽകാനുള്ളൊരു നിർദ്ദേശം. നമസ്കാരം. സോഷ്യൽ മീഡിയ ഒരു സാമൂഹിക പ്രതിബദ്ധതയായി കണ്ടു വിനിയോഗിക്കുന്നവരെ പ്രതികരിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരിത്. ലോക്ക്ഡൌണിന് ശേഷം ടൂറിസം മേഖല വല്ലാതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മളുടെ ചാനൽ വഴി അറ്റ്ലീസ്റ്റ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രം അല്ലെങ്കിൽ സ്ഥാപനം പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഒരു യൂട്യൂബർ നിലയ്ക്ക് നമ്മളുടെ ഒരു കടമയായിട്ട് കൂടി ഞാനത് കാണുന്നുണ്ട്. എന്നാലും നമ്മള് ചില സമയങ്ങളിലേക്ക് നമ്മൾ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്ക് നമുക്ക് ചില തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഒന്നിനും ആ സ്ഥാപനത്തിന്റെ
നടത്തിപ്പുകാരിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ പോലീസിൽ നിന്നായിരിക്കും. പെറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സ് എന്ത് പറയാൻ അവരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, സർക്കാരിന് ഇതിനൊരു മാനദണ്ഡം സ്ഥാപിച്ച് നമുക്കൊരു ഒഫീഷ്യൽ ഐഡന്റിഫിക്കേഷൻ, കൂടാതെ മ്യൂസിയം, പാർക്ക് പോലുള്ള നിരുപാധികമായി ഫീച്ചർ ചെയ്യാനുള്ള പെർമിഷൻ, പിന്നെ ടൂറിസം ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ക്ഷണം എന്ന നിലയ്ക്ക് നടപ്പാക്കാൻ സാധ്യമാണോ? ആദ്യം തന്നെ ഞങ്ങളെല്ലാവരും മനസ്സിലാഗ്രഹിച്ച ഒരു കാര്യമാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുമായിട്ട് ഇതുവരെ സംവദിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരുടെയും പേരിൽ. ഇനി എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു വൻതോതിൽ നികുതി നഷ്ടമുണ്ട്. പല രീതിയിലും നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും ബിസിനസ് വളരെയധികം നഷ്ടമുണ്ട്. അപ്പൊ അതിന് പരിഹാരമായിട്ട് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നികുതി കിട്ടും. രണ്ടാമത്തേത്, അതിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷനായിട്ട് KSRTCയെ ആശ്രയിക്കാം. മൂന്നാമത്, അതിന്റെ വിതരണത്തിനായിട്ട് നമുക്ക് കുടുംബശ്രീയെ ആശ്രയിക്കാം. ഇതുപോലെ ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഏതൊരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്നൊരു ലേബലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മെയ്ഡ് ഇൻ കേരള എന്ന രീതിയിൽ ഒരു ലേബൽ ഉയർത്തിക്കൊണ്ടുവരാനും അതിൽ കൂടി അത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു ഐഡിയ ആണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സുജിത്, കോവിഡ് ബാധിച്ച് വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവിടേക്ക് വരാൻ സാധിക്കാത്തത്. അത് വലിയൊരു നഷ്ടമായിട്ട് കരുതുന്നു. അവിടെ വരാനും എല്ലാവരെയും കാണാനും താങ്കളെ കാണാനുള്ള ഒരവസരം. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സമയം റോഡിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പ്രധാനമായിട്ടും യാത്രകളായി. അപ്പോ ഈ കോവിഡിന് ശേഷം ഇപ്പൊ നമ്മുടെ നിരത്തുകളിൽ വാഹന പെരുപ്പം ഭയങ്കര അധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പലരും തന്നെ തിരുവനന്തപുരത്തേക്ക് പല സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഭയങ്കര അധികം സമയം എടുത്തിട്ടുണ്ടാവും. ഇതേ അവസ്ഥ രാത്രിയിലാണെങ്കിൽ പകല് യാത്ര ചെയ്യുന്നതിന് പകുതി സമയം മതി രാത്രി യാത്ര ചെയ്യാനായിട്ട്. അതിന് പ്രധാനമായിട്ടും കാരണം നമ്മുടെ വാഹനപ്പെരുപ്പം മൂലം നമ്മളുടെ റോഡുകൾക്ക് താങ്ങാൻ സാധിക്കാത്ത തരത്തിലുള്ള വാഹനങ്ങൾ, അത്രയധികം വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഉള്ളതുകൊണ്ടാണ്. ശരിക്കും റോഡ് വികസനത്തിന് സർക്കാർ കൂടുതലായിട്ട് അടുത്ത ഒരു പദ്ധതിയാണെങ്കിൽ അതിന് മുൻകരുതലുകൾ എടുക്കും. അതായത് നിലവിൽ റോഡുകളും ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളൊക്കെ ധാരാളം വരുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറേയധികം കുറച്ചുകൂടെ കാര്യങ്ങൾ ബെറ്ററായിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. ധാരാളം ബൈപ്പാസുകൾ പണിയുന്ന സ്ഥലത്ത് മിക്ക സ്ഥലങ്ങളിലും മറ്റേ ഫ്ലൈ ഓവറുകളില്ലാതെ സിഗ്നലുകളാണ് കൂടുതലായിട്ട് സാധിക്കുന്നത്. അപ്പൊ ബൈപ്പാസുകൾ വരുമ്പോഴത്തേക്കിനും പ്രധാന റോഡിൽ കൂടെ പോകുന്നതിൽ കൂടുതൽ സമയം ബൈപ്പാസിലൂടെ സഞ്ചരിക്കാനായിരിക്കുന്നു. എക്സാമ്പിൾ തിരുവല്ല ബൈപ്പാസ് ഒരു ഉദാഹരണമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊന്ന് ചേർത്തല മുതലൊന്ന് പാലക്കാട് വളയാറ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50ഓളം സിഗ്നലുകളാണ് നമുക്ക് ഈ ഹൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിഗ്നലുകൾ ഒഴിവാക്കിയിട്ട് ഫ്ലൈ ഓവറുകൾ വരാനും നമ്മുടെ എന്താ പറയാ സർവീസ് റോഡുകൾ വരാനും ചെറിയ റോഡുകൾക്ക് പരമാവധി വീതി കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതേപോലെ തന്നെ ടൂറിസം ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ടൂറിസം രംഗം വളരെയധികം മോശം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ടൂറിസം എന്താ പറയാ ടൂറിസം മേഖലയെ സഹായിക്കുന്ന നല്ല ശക്തമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കഴിഞ്ഞ ഉത്തരവാദിത്ത ടൂറിസത്തെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചു. നല്ല കാര്യം തന്നെയാണ്. കേരളത്തില് അങ്ങോളം ഇങ്ങോളം അങ്ങേറ്റം വരെ ബീച്ചുകളുണ്ട്. ഈ ബീച്ചുകൾ എത്രത്തോളം നമ്മള് ടൂറിസത്തെ ആ ഒരു എന്താ പറയാ ടൂറിസത്തിന്റെ കാര്യമായിട്ട് സഹായിക്കുന്നു ഇല്ലാതെ നമുക്ക് പറയണം. ഇത്ര നല്ല ബീച്ചുകൾ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് കുറച്ചുകൂടെ ബീച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ കേരള ടൂറിസത്തോടാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. കേരളത്തിൽ ധാരാളം ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്. ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ ഇതുവരെ കേരള ടൂറിസം ഒരു തരത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു ശക്തമായ ഒരു അമർഷയോട് രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഉള്ള ട്രാവൽ വ്ളോഗേഴ്സിനെ ഏതെങ്കിലും തരത്തിൽ കേരള ടൂറിസം പരിഗണിക്കാനായിട്ട് താങ്കളുടെ എന്താ പറയാ ആ ഒരു ഇടപെടൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു അവസരം തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് ഒരു ഇന്ററാക്ഷൻ സെഷൻ നടത്തുന്നത്. അതിന് ആദ്യമായി സാറിനോട് നന്ദി പറയുന്നു. എനിക്ക് പറയാൻ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര സാധ്യതകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് കേരള ബ്ലോഗ് എക്സ്പ്രസ് എന്നൊരു പ്രോഗ്രാം വിദേശ ബ്ലോഗേഴ്സിനെ വെച്ചിട്ട് നടത്താറുണ്ട് എല്ലാ വർഷവും. പക്ഷെ അവിടെയൊക്കെ കേരള ബ്ലോഗേഴ്സിനെ നമ്മളെയൊക്കെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ കേരള ജനങ്ങളെ കാണിച്ച് ഇവിടുന്ന് വിദേശത്തേക്ക് ആളുകളെ വിടുകയാണ്. അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിലെ ബ്ലോഗേഴ്സിനെ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കാണിക്കുകയും അതുപോലെ തന്നെ അത് വലിയൊരു സാധ്യത, ആഭ്യന്തര ടൂറിസത്തിന് വലിയൊരു സാധ്യത തുറന്നു വയ്ക്കുകയും ചെയ്യും. അപ്പം കേരള ബ്ലോഗേഴ്സിനെ പരിഗണിക്കണം എന്നാണ് ഞാൻ സാറിനോട് പറയുന്നത്.
ഞാൻ ഫിറോസ് പുത്തിപ്പാറ, ഒരു ഫുഡ് ബ്ലോഗറാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ നല്ല ഹൈടെക്കിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്കൂളുകളും നല്ല ഹൈടെക്കാണ്. അപ്പോൾ ഈ ഹൈടെക്കും വിദ്യാഭ്യാസവും റോഡുകളും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിക്ക് നമ്മുടെ സർക്കാർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ, നമുക്ക് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ആരോഗ്യം വേണം. അപ്പൊ നമ്മുടെ ജൈവ കൃഷി നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടുകളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു ജൈവ കൃഷി പരിശീലനം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീക്കിലോ അങ്ങനെ ഒരു പരിശീലനം നൽകണം എന്നൊരു നിർദ്ദേശമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ഫുഡിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കേരളമാണെങ്കിലും വളരെയധികം ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൈവ കൃഷിയും ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വിധവും സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ യുവാക്കള് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ജോലിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേര് സ്വയം തൊഴിൽ എന്നുള്ളൊരു രീതിയിലേക്ക് ആശയം മുന്നോട്ട് വെക്കുന്നു. പക്ഷെ അവിടെയും അവർക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവരൊരു സ്വയം തൊഴിൽ ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടും, അതും തന്നെ എല്ലാ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കണമെങ്കിൽ പോലും അവർക്ക് എന്തൊക്കെ വേണ്ടി വരും, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ്. അതാണ് അവർക്ക് ഒരു സ്വയം സംരംഭകനാകാനായിട്ട് ഉള്ള ആശയത്തിൽ ഏറ്റവും ആദ്യം ഒരു മുടക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കി കിട്ടാനായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റുകൾ എടുക്കാനോ അതുപോലെ ഇപ്പോൾ അക്കൗണ്ടുകൾ എടുക്കണമെങ്കിലൊക്കെ ഉള്ള ഓരോ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതായത് എന്താ പറയാ ഒരു ഓതറൈസേഷൻ ഉള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കായാലും ഇപ്പോഴുള്ളവർക്കായാലും ഓരോ സംരംഭങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു ഇൻഫോർമേഷൻ അവർക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കറിയാം അവരിപ്പോ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഓരോ പേജുകൾ തുടങ്ങിയിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒന്ന് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിലാണെങ്കിലും യുവതലമുറയിലെ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും ആ ഒരു കാര്യം. അപ്പൊ അത് CMന്റെ ശ്രദ്ധയിൽപ്പെടുത്താണ്. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ തന്നെ കുറെ കൊച്ചു കുട്ടികൾക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ചെയ്ത് ഇടണമെന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. അപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്തിടാൻ കുറെ കുട്ടികൾക്ക് ആരും കാണില്ല. അപ്പം എനിക്ക് വീഡിയോസ് ഒക്കെ ചെയ്തുതരാൻ എന്റെ ചേട്ടന്മാരുണ്ട്. അപ്പോഴത്തേക്കും എന്റെ ചേട്ടന്മാരുണ്ട്. അപ്പൊ സ്കൂളിൽ എങ്ങനെ വീഡിയോസ് ഒക്കെ പിടിച്ചു കൊടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സ്കൂളിലും കൂടെ അവസരം കൊടുക്കുക മുഖ്യമന്ത്രി. സ്കൂളുകളിൽ വീഡിയോ പരിശീലിപ്പിക്കാൻ ആളുകൾ വേണമെന്നല്ലേ പറയുന്നത്? നമുക്ക് നോക്കാം. സ്കൂളുകളിൽ വീഡിയോ മേക്കിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നുള്ളതാണ് ശങ്കറിന്റെ അഭിപ്രായം. അത് നോക്കാം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എൻ്റെ പേര് കിരൺ തോമസ്. ഞാൻ IT സെക്ടറിൽ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പ്രധാനമായി സജസ്റ്റ് ചെയ്യാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ IT സേവനങ്ങൾ, സർക്കാരിൻ്റെ IT സേവനങ്ങൾ പൊതുവിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് വലിയ കുറവുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ സർക്കാരിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ബജറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് പോലൊന്ന് IT-ക്കും വേണ്ടി തുടങ്ങുകയും കേരളത്തിലെ ഒരു ഡിസൈൻ ആൻഡ് ആർക്കിടെക്ട് ചെയ്യുന്ന ഒരു വലിയൊരു മികച്ച എഞ്ചിനീയേഴ്സിനെ അവിടെ വെക്കുകയും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ക്രൗഡിനെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് അങ്ങനത്തെ ഒരു സിസ്റ്റം, അതായത് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് റിയൽ ടൈം പ്രോജക്റ്റ് ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിന് ആ രീതിയിലുള്ള ഒരു മാൻ പവറിനെ ഉപയോഗിച്ചുകൊണ്ട് IT സെക്ടറിൽ സർക്കാരിന്റെ പ്രോജക്റ്റുകൾ സെന്റർ ഓഫ് എക്സലൻസിന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരൊരു ക്രീം ഓഫ് റിസോഴ്സ് ആണ്. അവർ ഡിസൈൻ ചെയ്യുന്നു, അവർ അക്സെപ്റ്റൻസ് ചെയ്യുന്നു. പക്ഷെ അവരുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഇത്തരം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളെ കൂടി ലാഭത്തിലാക്കാൻ കഴിയും. ലാഭം എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നത് എങ്ങനെയല്ല, അവരുടെ റിസോഴ്സ് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സർക്കാരിന്റെ സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പിന്നെ എന്തായാലും അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ടോപ്പേഴ്സ് അല്ല എന്ന് വെച്ചാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനോ അങ്ങനെ
വലിയ സൗകര്യങ്ങളില്ലാത്ത ഇടത്തരക്കാരുടെ ഓട്ടോ ഓടിക്കുന്ന ആളുകളുടെയും കർഷക തൊഴിലാളികളുടെ മക്കളൊക്കെയാണ് ടോപ്പ് എഞ്ചിനീയറിംഗ് ലിസ്റ്റിൽ വരാത്ത ഒരു 15,000, 13,000, 16,000 റാങ്കിലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ആ ഫീസ് അഫോർഡബിൾ അല്ല, അവിടെ സെൽഫ് ഫിനാൻസിങ് ഫീസ് അഫോർഡബിൾ അല്ല. എന്നാൽ KPNA ആണെങ്കിലും വൈചാടിയുടെ ആണെങ്കിലും കോളേജുകളിൽ സർക്കാർ ഓൾറെഡി അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. അതായത് ഈ സെൽഫ് ഫിനാൻസിങ് കിട്ടുന്നില്ലെങ്കിൽ ആ ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീസ് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഈ എന്തായാലും അത് റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒരുപാട് വേക്കൻറ്റ് സീറ്റും ഉണ്ട് അത്തരം എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ അവിടെ ഒരു ഫീസ് കുറയ്ക്കുവാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ പഠിക്കാനും അവർക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടിയെടുക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടായിരുന്നു, കാരണം സെക്ഷൽ ഹരാസ്മെന്റ് നടന്ന കുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഓൺലൈനിൽ. അപ്പം ആ പോസ്റ്റ് ഞങ്ങളടക്കം കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഷെയർ ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. പക്ഷെ ആ പോസ്റ്റ് എന്തോ കാരണത്താൽ റിപ്പോർട്ട് അടിച്ചു പോയി. അപ്പം കുറെ പേര് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത് പോയി പ്രൊസീഡ് ചെയ്യുന്നില്ല നിങ്ങൾ ലീഗലായിട്ട്. അപ്പം പറഞ്ഞാൽ കുറെ പേര് ഇത് പ്രൊസീഡ് ചെയ്യാൻ മടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് ഈ ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയർ ഭയങ്കര ലെങ്തി ആണെന്ന് കുറെ പേര് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറെ പേര് റിപ്പോർട്ട് ചെയ്യാത്തത്. ഈ സൈബർ ഹരാസ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഞാൻ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടൽ, ഇപ്പം ഈ സൈബർ ക്രൈംസ് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഈ നടക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അപ്പൊ ഉടനെ തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ നല്ല കാര്യമായിരിക്കും. ഞാൻ കാർത്തിക് സൂര്യ, ട്രിവാൻഡ്രം എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, വ്ളോഗിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അനാവശ്യമായി ഒരുപാട് ചുമരുകളിലും ആവശ്യമില്ലാത്ത ഫ്ലക്സുകളും പോസ്റ്ററുകളും എല്ലാം ഇപ്പൊ കൂടി വരികയാണ്. എസ്തെറ്റിക്കലി നമ്മുടെ നാടിനെ അത് ഭയങ്കരമായിട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു റൂൾ കൊണ്ടുവരണം. അനാവശ്യമായിട്ടുള്ള ഫ്ലക്സുകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റാഡിക്കേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്തായാലും ആവശ്യമില്ലാതെ ചുവരുകളിലെല്ലാം പാർട്ടിയുടെ സിംബലും കാര്യങ്ങളും എല്ലാം വരച്ച് വല്ലാതെ നാടിനെ തന്നെ ഒരുമാതിരി ഭംഗിയില്ലാത്ത രീതിയിലാക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇത് കുറച്ചുകൂടെ ഡീപ്പാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചുകൂടെ പാടുള്ളൊരു കാര്യമാണ്. ലാക്ക് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളുകളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അവർ വളർന്നു വന്ന് ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടി പോസ്കോ കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. നമ്മുടെ ഇനി വരുന്ന ജനറേഷൻ ഇതെല്ലാം മനസ്സിലാക്കണം. എന്താണ് പ്രോപ്പറായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടി തന്നെ ആവണം. ഇപ്പോൾ ഞാൻ പഠിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷത്തിന് മുന്നേ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. കുട്ടികൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്റർനെറ്റിലാണ്. എന്താണ് സെക്ഷൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പോൺ എന്താണ്, പോൺ അഡിക്ഷൻ എന്താണ്, പോൺ കണ്ടാൽ എന്ത് സംഭവിക്കും, ഇതുപോലെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അത് ഒരു വിഷയമായി തന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ലൈറ്റായിട്ട് കാണരുത്, കാരണം നമ്മുടെ ഭാവി തലമുറയെ ഒരുപാട് അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്. ഇതാണ് എൻ്റെ 2 സജഷൻസ്. താങ്ക് യു. പൊതുമണ്ഡലത്തിൽ പൊതുവായിട്ട് വലിയൊരു എൻക്രോച്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സാംസ്കാരികമായ വലതുപക്ഷം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് നമ്മുടെ അമ്പലപ്പറമ്പുകളെ, തുറന്ന പള്ളി മൈതാനങ്ങളെ, സ്കൂൾ ഗ്രൗണ്ടുകളെ, ക്ലാസ് റൂമുകളെ, ഇതിനെല്ലാം ഏതെങ്കിലും ഒന്നുകിൽ സാംസ്കാരിക വലതുപക്ഷം, വർഗീയവാദികളോ ഒക്കെ ആയിട്ട് അവരുടേതായിട്ട് ചില അലിഖിത നിയമങ്ങൾ കൊണ്ടുവരികയും അത് അവരുടേതാക്കി മാറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വലതുപക്ഷം ലാഭത്തിന് വേണ്ടിയിട്ടോ ലാഭ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതേതെങ്കിലും തരത്തിൽ എൻക്രോച്ച് ചെയ്യും. ഈ കയ്യേറ്റം ചെറുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റു 2 കൂട്ടർക്കും വളരെ വ്യക്തമായ അജണ്ടകളുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ നടത്തേണ്ട ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് എന്റെ ഇവിടുത്തെ ഒരു വയ്ക്കാനുള്ള നിർദ്ദേശമല്ല, സത്യത്തിൽ അതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രശ്നമാണ് അവതരിപ്പിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഒരു പക്ഷേ മറ്റു പലതുമായിരിക്കാം. പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് നിലവിൽ നമ്മളുടെ ചുരുങ്ങുന്ന പൊതുമണ്ഡലത്തെ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ വികസിപ്പിക്കാനോ വേറെ ആൾട്ടർനേറ്റീവുകൾ കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം ചുരുങ്ങുന്ന പൊതുമണ്ഡലങ്ങൾ നിഷേധിക്കപ്പെടുന്നത് സാധാരണക്കാരുടെയോ ഇത്തരം പ്രിവിലേജുകൾ ഇല്ലാത്തവരായിട്ടുള്ള മക്കളെയോ അവരെയോ ആയിരിക്കും. ഈ കയ്യേറപ്പെടുന്ന പൊതുമണ്ഡലങ്ങൾ വലതുപക്ഷ ആശയങ്ങളുടെയോ വർഗീയ ആശയങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളുടെയോ അവരുടെ പ്രചാരകരുടെയോ അല്ലെങ്കിൽ പ്രയോക്താക്കളുടെയോ കയ്യിലെത്തിച്ചേരുകയും ഇത് 2 തരത്തിൽ ഇതൊരു എക്സ്പോണൻഷ്യൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പൊതുമണ്ഡലങ്ങളിലേക്കുള്ള സർക്കാരിന്റെ ഒരുപക്ഷെ സാധ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 2 തരത്തിലാണ്
റിസൾട്ട് ഓറിയന്റേഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയമായ നീതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് ഒരു പേര് ഞാനിവിടെ പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയുമായിരിക്കും. നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിന് പൊതുമണ്ഡലം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ബൂസ്റ്റ് ഉണ്ട്. അത് തിയേറ്ററുകളാവാം, പൊതുസ്ഥലങ്ങളാവാം, വെറും ചുമരുകളാവാം, ആർട്ട് ഗാലറികളാവാം, മ്യൂസിയങ്ങളാവാം. ഇതുപോലെ പൊതു എന്ന് പറയുന്ന ധൈഷണികമായ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. തിയേറ്ററുകൾ വേണം, ഓപ്പൺ സ്റ്റേഡിയങ്ങൾ വേണം. ഇതൊന്നും വലിയ എക്സ്പെൻഡിച്ചർ അല്ല ആവശ്യപ്പെടുക, പകരം ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും കൂടുതൽ ആവശ്യപ്പെടുക. രണ്ടാമത്, ഈ പൊതുമണ്ഡലത്തിന്റെ അഭാവം കേരളത്തിൽ നിലവിൽ ടാലന്റ് അട്രാക്ട് ചെയ്യുന്നതിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള പ്രൊഫഷണലുകൾ കേരളത്തിൽ വരികയും ഇവിടുത്തെ ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെയും ഇന്റർനെറ്റിന്റെയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ശരിയായിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വേണ്ടി വരുന്ന ഒരു കൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിന് ഈ പബ്ലിക് കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുറത്തു നിന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വരുന്ന പക്ഷം രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും കൂടുതൽ തടയിടുന്ന സദാചാര പോലീസിംഗ് പോലെയുള്ള മോറൽ പോലീസിംഗ് പോലെയോ അല്ലെങ്കിൽ എന്തിന് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളുടെ പുറത്തുള്ള കയ്യേറ്റത്തെ വലിയ പരിധിവരെ തടയാൻ കേരളം മുഴുവൻ ഒരുപക്ഷെ സാധ്യമാവുന്ന ഒരു കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ പബ്ലിക് സ്പെൻഡിംഗ് കൊണ്ട് കഴിയും എന്ന് വരുന്നത്. അതൊരു സൊല്യൂഷൻ ആയിട്ടില്ല. കൃത്യമായിട്ടും എനിക്കൊരു പ്രശ്നമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. നമ്മുടെ പബ്ലിക് സ്ഫിയർ ചുരുങ്ങുന്നു എന്ന പ്രശ്നമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. സൊല്യൂഷൻ ഞാനല്ല പറയുന്നത്. സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആരാണോ അത് ചെയ്യുന്നതാണ്. മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ പബ്ലിക് സ്ഫിയറിനെ ഓരോ വർഷവും പബ്ലിക് സ്ഫിയർ വളരെയധികം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പബ്ലിക് സ്ഫിയറിനെ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ആൾട്ടർനേറ്റീവ് കൊടുക്കാത്ത പക്ഷം ഈ ചുരുങ്ങുന്ന പബ്ലിക് സ്ഫിയർ മുഴുവൻ വളരെ നിഷേധാത്മകമായ ഒരു രാഷ്ട്രീയത്തിനും ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ടൂറിസം മേഖലയെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള മാൽദീവ്സ് അതുപോലെ തന്നെയുള്ള ശ്രീലങ്ക, ഈ രണ്ട് രാജ്യങ്ങള് ടൂറിസത്തിലൂടെ കൊയ്യുന്ന നേട്ടങ്ങള് നമ്മള് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മള് കേരളം പോലുള്ള ഒരു സംസ്ഥാനം മാത്രം വിചാരിച്ചാല് നമുക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് നേട്ടം കൊയ്യാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാല് മാൽദീവ്സിനായിരുന്നാലും മാൽദീവ്സിനേക്കാൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാഴ്ചകളും സൗകര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ശ്രീലങ്കയിലുള്ള കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികമായിട്ട് ഒന്നും തന്നെ ശ്രീലങ്കയിലില്ല. ടൂറിസത്തിന്റെ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ നമ്മുടെ നാട്ടില് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നിലവില് വർഷങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിനപ്പുറം പുതിയതായിട്ട് ഒന്നും തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വേദനയോട് കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ധാരാളം സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജലാശയങ്ങൾ, നമ്മളാകെ അതിനകത്ത് നമ്മുടെ ഹൗസ് ബോട്ടുകൾ മാത്രമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. മറ്റ് ഒരു സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിൽ ചെറിയൊരു ഒരു സജഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഒരു എക്സാമ്പിൾ, നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് ധാരാളം ബോട്ട് സർവീസുകളുണ്ട്. സാർ അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാനും റിസോർട്ടുകളുടെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ മോശം സാഹചര്യത്തിൽ ഓടുന്നതാണ്. നമ്മൾക്ക് ആ ഒരു ഏരിയ, ഇപ്പൊ ഞാൻ ഒരു ടൂർ ഓപ്പറേറ്ററും കൂടി ആയതിനാൽ തന്നെ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ സൈഡുകളിലൊക്കെ കാണുന്ന ഈവനിങ് ഡിന്നർ ക്രൂസ് വൈകിട്ട് ഒരു 7 മണി മുതൽ രാത്രി 9 മണി വരെ 9:30 വരെ ടൈം കൊടുക്കുന്ന ആ ഒരു സർവീസ് നമ്മളുടെ ഇതിനെത്തി. ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് പറയുന്ന ആഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയ ഒരു മാറ്റം. വൈകിട്ട് ഇപ്പോൾ 5:30 ശേഷം ബോട്ട് സർവീസ് ഇല്ല. അപ്പൊ അതൊരു വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം ഒരു കാര്യമാണ് നമ്മുടെ പൊതു ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ. ഓരോ രാജ്യങ്ങൾ അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മാർക്ക്, അതായത് 5 സ്റ്റാർ റേറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളിലെയും അവസ്ഥ എന്താണ് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇത് സാധ്യമല്ലാത്ത കാര്യമല്ല. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്ര ഒരു എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ തന്നെ. ഞാനിപ്പോ കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുലു മാളൊക്കെ ഇത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് ദിനം 10,000-കണക്കിന് ആൾക്കാരാണ് വിസിറ്റ് ചെയ്യുന്നത്, അവിടുത്തെ ടോയ്ലറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഇന്ന് ഈ ഒരു മൊമെന്റ് ചെന്നിരുന്നാലും ഏറ്റവും ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പേരിൽ തന്നെ
നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ മോശം സാഹചര്യം, മൂക്ക് പൊത്തിപ്പിടിക്കാതെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്കൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിന് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ടൂറിസം മേഖലയിലായിക്കോട്ടെ, ഈ ആരോഗ്യപരമായിട്ട് നമ്മുടെ പൊതു ശൗചാലയങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം വലിയൊരു മാറ്റം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം സാർ, എൻ്റെ പേര് അരുൺ, തൃശ്ശൂരാണ് വീട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് കേരളത്തിൽ ഒരുപാട് റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾക്ക് പുറമെ കൂടുതൽ അറിവില്ലായ്മ മൂലമാണ് അപകടങ്ങൾ നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും റോഡിന്റെ നിയമങ്ങൾ അറിയില്ല, നിയമവശങ്ങൾ അറിയില്ല. ഇപ്പോഴും അത്തരത്തിൽ ഒരുപാട് ആൾക്കാരാണ് ശരിക്കും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അവർക്കല്ല ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ റോഡ് നിയമങ്ങളെ വെച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടുള്ള ഒരു ക്ലാസിന്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറയിലെങ്കിലും അപകടങ്ങളും കാര്യങ്ങളൊക്കെ കുറയുന്നതാണ് എൻ്റെ ഒരു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മളുടെ ഒരു കാര്യം പറയണം എന്നാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫിഷിംഗ് വ്ലോഗാണ്, മീൻപിടുത്തം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് പറയാനുള്ളത് കാരുണ്യ പദ്ധതിയുടെ കാര്യമാണ് പറയാറുള്ളത്. എനിക്ക് എൻ്റെ സർജറിക്ക് കാരുണ്യ പദ്ധതി കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് നമ്മൾ മരുന്നിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊരു വലിയ കാര്യമാകുന്നത് ഇപ്പം നിലവിൽ ഞാനൊരു 10,000 രൂപയുടെ മരുന്ന് ഒരു മാസം കഴിക്കുന്നുണ്ട്. അപ്പം ഇപ്പം വീഡിയോ ഒക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നു. പക്ഷേ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് പുറത്ത് സാധാരണഗതിയിലുള്ള ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സർക്കാരിന് ഏറ്റവും കൂടുതൽ ഇതാവുന്നത് സാധാരണക്കാരാണ്. പൈസ ഉള്ളവർക്ക് സർക്കാരിന്റെ പൈസ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഈ സാധാരണക്കാർക്ക് കാരുണ്യ ഫണ്ട് എങ്ങനെയെങ്കിലും രണ്ടാമത് ഒന്ന് അനുവദിച്ച് ഇപ്പൊ 14,000 രൂപയുടെ വരെ ഒരു മാസം മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരറിയാം. അപ്പൊ അവര് വളരെ വിഷമത്തോടുകൂടിയാണ് പറഞ്ഞത്, നമുക്ക് മരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു കാര്യം അത് ഈ മുഖ്യമന്ത്രി CM-ന് ഒരു നേരത്തെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിപ്പോ ലൈവായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം എന്നോട് സംസാരിക്കണമെന്ന് വളരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇതൊന്ന് ദയവായിട്ട് പരിഗണിക്കണം എന്നൊരു അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നൊരു കാര്യം കൂടി, ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ജോലി ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്ന് എന്റെ സർജറി കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ പിരിവൊക്കെ എടുത്തിട്ടാണ്. അത് ഞാൻ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് തുറന്ന് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ പിരിവെടുത്ത് സർജറി ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രയും വലിയൊരു തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണക്കാരന് ഒരിക്കലും ഒരു നല്ലൊരു ജോലി ഉണ്ടാവില്ല. അപ്പം ഈ മരുന്നിന്റെ കാര്യവും പിന്നെ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റിന്റെ തരത്തിൽ ജോലിക്ക് മുൻഗണനയോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഒന്ന് പരിഗണിക്കാം. അപ്പൊ ഇത് എന്റെ മാത്രമല്ല, 1000 അപേക്ഷ അതേപോലെ ഒന്ന് കാണണമെന്ന് താഴ്മയായ അപേക്ഷിക്കുന്നു. ഉണ്ണി പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പലരും കണ്ടിരിക്കുന്നത് ഇതൊരു തമാശയായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിന് കുറെ ആളുകൾ ഉപജീവന മാർഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമായ സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്നത് വെച്ചാൽ ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ അധികവും പല മുഖ്യധാര മാധ്യമങ്ങളിലും നടത്തുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഒരു പരസ്യം പോലും നമുക്കായിട്ട് കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. ഇതുകൂടി ഒന്ന് ഉൾപ്പെടുത്തി ഞങ്ങൾ കൂടി ഇതിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലത്തെ കുറെ യൂട്യൂബേഴ്സിന് ഇതൊരു വലിയ കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു പത്രത്തിൽ ഇപ്പോൾ ഇവരൊക്കെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ക്ഷമിക്കണം, ഒരു പത്രത്തിൽ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ വെറും ഒരു പോസ്റ്റായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഒരു പോസ്റ്റായിട്ട് മാത്രം അത് മാറും. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ A to Z നമ്മൾ അതിനെ കുറിച്ച് വിവരിക്കുകയും പിന്നീട് അങ്ങോട്ട് ഏത് കാലത്തും നമുക്ക് അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുകയും ചെയ്യുന്ന ഒരു ബ്ലോഗിംഗ് ആണ് നമ്മൾ സാധാരണ വീഡിയോ ബ്ലോഗിങ്ങിലൂടെ നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് ഉപകാരപ്രദമാവുകയും ചെയ്യും. പിന്നെ അത്ര ഒരു വലിയ എമൗണ്ട് ഗവൺമെന്റിന് അതിലേക്ക് പൈസ ചെലവുകയില്ല. നിങ്ങളുടെ സാധാരണ ബ്ലോഗേഴ്സ് സാധാരണ ആഡ് ചെയ്യാറുള്ളത് ചെറിയ ചെറിയ എമൗണ്ടിലാണ്. ഈ ഒരു എമൗണ്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20% എമൗണ്ട് മാത്രമേ അത് വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അതിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പരസ്യം തന്നിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു പല പ്രോഗ്രാമിലും നമ്മളെ കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെന്റിനും വലിയൊരു ലാഭം തന്നെ. അതുപോലെ തന്നെ ഞങ്ങൾ കൊടുത്ത പാവപ്പെട്ട അല്ലെങ്കിൽ നിത്യജീവിതത്തിന് കഴിയാത്ത ആളുകൾക്ക് വലിയൊരു ഉപകാരം ആയി തീരുകയും ചെയ്യും. ഇത് ഒന്ന് പരിഗണിക്കണമെന്ന് ഇതിലൂടെ നമ്മൾ അപേക്ഷിക്കുന്നു.
4ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയുടെ ആശയം പോലും നവകേരള നിർമ്മിതിയിലേക്ക് കേട്ടുകൊണ്ട് ഒരു 4ാം ക്ലാസ്സുകാരനെ കൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് വിളിപ്പിക്കാൻ പറ്റാൻ കൗതുകം തോന്നുന്ന ഒരു വാക്കാണ് മുഖ്യമന്ത്രി അപ്പൂപ്പ എന്നുള്ളത്. അത് വിളിപ്പിക്കുവാൻ ആർജവം തന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കളോട് എല്ലാവിധ ബഹുമാനവും നന്ദിയും അറിയിക്കുന്നു. എന്റെ കേരളം, എന്റെ മുഖ്യമന്ത്രി, എന്റെ അഭിമാനം എന്നുകൂടി ഞാൻ തിരുത്തി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഞാൻ ടെലിവിഷൻ ഗുലുമാൽ ഓൺലൈൻ എന്ന സെലിബ്രിറ്റി പ്രാങ്ക് ഷോ ചെയ്യുന്ന ഒരാളാണ്. സിനിമാ പ്രവർത്തകരുമായി അടുത്ത് ഇടപെടുന്ന ഒരാളാണ്. ചലച്ചിത്ര മേഖലയിൽ കേരളത്തിലെ പുതിയ തലമുറ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ക്രിയേറ്റീവ് കുട്ടികൾ വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന, നാഷണൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൂനെയിലുള്ളത്. പക്ഷെ കേരളത്തിലെ കുട്ടികൾക്ക് ചലച്ചിത്രത്തിൽ വിദ്യാഭ്യാസം നേടുവാൻ സംസ്ഥാനം നിയന്ത്രിക്കുന്ന ഒരു ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള കുട്ടികൾക്ക്, ചലച്ചിത്ര പ്രേമികൾക്ക്, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയൊരു കാര്യം തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. സാർ, മലയാളികളൊക്കെ തന്നെയും വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്, വീട്ടിൽ ഉള്ളിലാണ്. പക്ഷെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി വേസ്റ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടും ഇടുന്നു എന്നുള്ളതാണ്. സർ, വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൂടെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിധി വരെ പരിഹാരം ഉണ്ടാവും. കാരണം കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്നത്. കൊച്ചിയിൽ എവിടെ നോക്കിയാലും ഒരു പ്രോപ്പറായി വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു വേസ്റ്റ് ബിൻ കാണാനില്ല സാർ. കേവലം ഒരു 500 മീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു വേസ്റ്റ് ബിൻ വെക്കുകയും അത് വേസ്റ്റ് മാനേജ്മെന്റ് ട്രക്കുകളിലൂടെ അത് നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ ആരോഗ്യവും നമുക്കും സംസ്ഥാനത്തിനും ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ രാജമഞ്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാല് വയ്യാത്ത ഒരാള് കുപ്പി പെറുക്കി 2 രൂപയ്ക്ക് വെക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു വേതനം കൊടുക്കുന്നതാണെങ്കിൽ നമ്മുടെ പുഴകളെ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് ഒരു അപേക്ഷയുള്ളത് നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം ഇപ്പോൾ യുവജനങ്ങളെ അത്രമാത്രം കൃഷിയിലേക്ക് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പാഠ്യപദ്ധതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ട്രിൽ എന്നൊക്കെ പറയുന്നത് പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സോടുകൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ കൊറോണയ്ക്ക് ശേഷം കൃഷി ഒത്തിരി വ്യാപിച്ചിട്ടുണ്ട് ആൾക്കാരിലേക്ക്. ദിനം പ്രതി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് വ്യക്തമായ ഇതിനെക്കുറിച്ച് അറിവില്ല. അല്ലെങ്കിൽ ഇത് ആരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭവനുകൾ അത്ര ആൾക്കാരിലേക്ക് അത്രമാത്രം അടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴുള്ള യൂട്യൂബേഴ്സിനെ അവർ ആശ്രയിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അത്ര കറക്റ്റ് ആവണമെന്നില്ല. പലതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോടെ, അതായത് രാസ കീടനാശിനിയാണോ ജൈവ കീടനാശിനിയാണോ ഏതാണെന്ന് പോലും പലർക്കും അറിയാതെയാണ് യൂട്യൂബേഴ്സ് പോലും അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ രാസ കീടനാശിനിയൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും അടുത്തുള്ള ഇപ്പൊ കൃഷിഭവനിലാണെങ്കിലും അതിനുവേണ്ടി ഒരു സെല്ല് രൂപീകരിക്കുക. അതുപോലെ ജനങ്ങളിലേക്ക് കൂടുതൽ കൃഷിയുടെ അവബോധം ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായം. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതലായിട്ട് അറിയാനും വേണ്ടിയിട്ട് ഇന്ന് ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കേരള സംസ്കാരത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ തനതായ കേരള ചരിത്രത്തെ കുറിച്ചിട്ടും അതുപോലെ ചരിത്രത്തിന് നമ്മുടെ കേരള ജനത സംഭാവന നൽകിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്ന അവസരത്തിൽ അത് നമുക്ക് ലഭ്യത അവൈലബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പലയിടങ്ങളിലായിട്ട് ചിതറിക്കെടുക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു അവസരത്തിൽ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിഷയങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭ്യമായിട്ടില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടുതൽ സംസ്കാരത്തെ കുറിച്ചും അതേപോലെ തന്നെ കേരള ചരിത്രത്തെ കുറിച്ചിട്ടും ഇനിയിപ്പോൾ സ്വാതന്ത്ര്യ സമരം പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കേരള ജനത സംഭാവനയായിട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ഇങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു സെഷനായിട്ട് ഇവിടെ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. നമസ്കാരം. വളരെ വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു സമൂഹത്തിൽ വന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് കേരളമാണെങ്കിലും ലോകം തന്നെ ഫേസ് ചെയ്തിരിക്കുന്നത്. അത് ഫ്ലഡ് എന്ന രൂപത്തിലാണെങ്കിലും നിപ്പ എന്ന രൂപത്തിലാണെങ്കിലും കൊറോണ എന്ന രൂപത്തിലാണെങ്കിലും
അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം വന്ന് കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വൃത്തിയുടെ കാര്യം 2-3 പേര് ഇവിടെ പറഞ്ഞിരുന്നു. അപ്പൊ ആ വൃത്തിയുടെ കാര്യത്തിൽ തന്നെയാണ് എനിക്കും എംഫസൈസ് കൊടുക്കാനുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ, ഗാർബേജ് ബിന്നുകൾ, ഇതൊന്നും നമുക്ക് കാണാനില്ല പലയിടത്തും, പല സിറ്റികളിലും ഇല്ല. നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം യാത്ര ചെയ്ത് ആ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം ആ മെയിൻ NH വരെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ കൊച്ചിയുടെ അവസ്ഥ മാറുകയാണ്. അതേപോലെ തന്നെ കാർത്തിക് സൂര്യ പറഞ്ഞ പോലെ ഈ ബാനേഴ്സ്, പോസ്റ്റേഴ്സ്, ഫ്ലെക്സ്, അത് പാർട്ടികളുടെ ആണെങ്കിലും അഥവാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ആണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മുഖഛായ തന്നെ വളരെയധികം ബാധിക്കുന്നു. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കേരള ടൂറിസത്തില് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പക്ഷേ RSSന്റെ ചികിത്സയുടെ ബാനറായിരിക്കും വരിക. അപ്പൊ അതിലും നല്ലത് നമുക്കത് മാറ്റണം. അത് ഒട്ടിക്കുന്നതിന് കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒട്ടിച്ച ആള് തന്നെ അത് എടുത്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമം എംഫസിസ് ചെയ്യേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട്. അത് ഒന്ന് ഓർപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പാർട്ടികൾ, ഞാൻ ഒരു പാർട്ടിയും എതിർത്ത് പറയുന്നതല്ല, ഒരു പാർട്ടിക്ക് എതിരായിട്ടും പറയുന്നതല്ല, പക്ഷേ നമ്മൾ ജാഥകൾ നടത്തുന്നുണ്ട്, ഓൾ കേരള ജാഥ നടത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ശക്തി പ്രകടിപ്പിക്കാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ അണികളെ നമ്മളിലേക്ക് കൊണ്ടുവരാനാണ്. ഈ ജാഥകൾക്ക് പകരം എന്തുകൊണ്ട് ഓൾ കേരള വൃത്തിയാക്കൽ നടത്തിക്കൂടാ? നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. നമ്മുടെ അണികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബേഴ്സ് എല്ലാം തന്നെ കൂടെ നിന്നേക്കും. ഒരു പക്ഷേ നമ്മുടെ അണികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവര് ഒരു വൃത്തിയാക്കൽ നടത്താം. നല്ലൊരു കാര്യമല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം സാർ. ഞാൻ കൃഷി ബിസിനസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു നിർദ്ദേശം പറയാനുള്ളത്, കൂടുതലായിട്ട് നമ്മൾ പുതിയതായിട്ട് ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങുന്നവരുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലാറ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കൃഷി മേഖലയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തു, ഇപ്പോൾ ഒരു പശു ആണെങ്കിൽ പാലെടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒരു കൃഷി മേഖലയിൽ മറ്റു പല ഇതുകളിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവിനെ വിറ്റഴിക്കാനുള്ളൊരു മാർക്കറ്റ് പലർക്കും കണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്, അതായത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ വാർഡ് അടിസ്ഥാനത്തിലോ നമുക്കൊരു സംവിധാനം ഏർപ്പെടുത്തുന്ന ഒരു അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന നിരവധി വ്ളോഗർമാർ ഒരു തൊഴിലെന്നോണം യൂട്യൂബിനെ ഇപ്പോൾ കാണുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്തായിക്കോട്ടെ. അപ്പോൾ അതിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമുക്ക് നേരെയുള്ള സൈബർ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ, നമ്മൾ ചിലപ്പോൾ വീട്ടുകാരെ വിളിച്ചിട്ടുള്ള കമൻറ്റുകളായിരിക്കാം, പലതും കാണുന്നുണ്ട്. പക്ഷേ അതിന് നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്താൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് എവിടെ നിന്നും കിട്ടുന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ഒരു കമൻറ്റ് ചെയ്ത ആളെ എങ്ങനെ തിരിച്ചറിയാം, അതായത് ഫേക്ക് ഐഡികളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടത്ര ശിക്ഷ മേടിച്ച് കൊടുക്കാനുള്ളൊരു നിയമം, അതും കൂടി ഞാൻ ഒന്ന് സാറിനോട് ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ കോളനികളിലും ഒരുപാട് വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉണ്ട്. അവരൊക്കെ കൂലിപ്പണിയെടുക്കുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. MBBS പഠിച്ച് കൂലിപ്പണിയെടുക്കുക, BTech പഠിച്ച് കൂലിപ്പണിയെടുക്കുക, BCA പഠിച്ച് കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരെ അറിയാം. അപ്പോൾ ഇവർക്ക് സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളൊന്നും ഇവരുടെ ഇടയിൽ എത്തിപ്പെടുന്നില്ല. കാരണം നമ്മൾ നിയോഗിച്ചിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട്, അതായത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള ഈ ഒരു പ്രൊമോട്ടേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും സ്കില്ലും നോളജും കൊടുക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ, അതായത് വിദ്യാസമ്പന്നരായ ആൾക്കാർ എന്തെങ്കിലും പ്രോജക്റ്റുകളോ കാര്യങ്ങളോ ആയിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മറ്റുള്ള വിഭാഗക്കാർ ഇവരെ മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ തട്ടിയെടുക്കുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നുണ്ട്. മറ്റുള്ള വിഭാഗക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ മുൻനിർത്തി തട്ടിയെടുക്കുന്ന പ്രവണത. ഇനി ഒറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സർ, അതായത് ഈ നമ്മൾ കിടക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്, ഞങ്ങൾക്ക് മറ്റുള്ള പത്രമാധ്യമങ്ങളെ പോലെ ഒരു പ്രത്യേക രജിസ്ട്രേഷൻ കൊണ്ടുവരണം സർ.
കാരണം ഞങ്ങളും ഒരുപാട് മേഖലയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ മറ്റുള്ള പ്രസ് മീഡിയകൾ ഞങ്ങളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും പിന്നെ അനുവദിക്കാത്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ, അതായത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിന് കേരളത്തിൽ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം സാർ എന്തായാലും ഇനേബിൾ ചെയ്യുമെന്ന് കൂടി അഭ്യർത്ഥിക്കുക. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇപ്പം നമുക്ക് തെന്മല ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ്. തെന്മലയിലെ എക്കോ ടൂറിസം, അവിടുത്തെ ഒരു ബേസിക് ഫെസിലിറ്റി, ഒരു ടോയ്ലറ്റ് പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇങ്ങനത്തെ ഒന്നും നമ്മൾ അധികം കാണാറില്ല. എല്ലാ സ്ഥലവും നമ്മൾ ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിലൊരു പെർസെൻറ്റേജ് നമ്മൾ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കിടക്കുന്നത്. അപ്പം അത് നമ്മൾ കറക്റ്റ് ഒരു ഇൻസ്പെക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഫസ്റ്റ് ശരിക്കും സ്പോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞും ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിന് ഒരു കറക്റ്റ് ഇൻസ്പെക്ഷൻ ഓരോ ടൈമിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സഖാവെ, ഞാൻ ശരിക്കും സൗദി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം, പ്രവാസികളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഞാനടക്കമുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ജോലിയൊന്നും ചെയ്യാതെ തന്നെ സൗദി അറേബ്യയിൽ ടീച്ചിങ് പോലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി സാധ്യതകൾ ഒരുപാട് കുറവാണ്. അവരെയൊക്കെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവരണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ്ങിനും നമ്മൾ ഒരിക്കലും പ്രാധാന്യം കൊടുക്കുന്നില്ല. നേരത്തെ തന്നെ ഇവിടെ ആദ്യം സൂചിപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുടുംബമൊത്ത് പോകാനുള്ള സ്ഥലങ്ങൾ നമ്മുടെ എന്താ പറയുക ഏരിയകളിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു പദ്ധതിയാണ് നമുക്കൊരു റിക്രിയേഷൻ സെൻറ്റർ നമ്മുടെ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ കേന്ദ്രീകരിച്ച് തുടങ്ങാം. നമ്മുടെ തന്നെ പഞ്ചായത്തുകളിലുള്ള ഗ്രന്ഥശാലകൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ ഗ്രന്ഥശാലകളിൽ വലിയ ആളുകൾക്ക് മാത്രമല്ലാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കുട്ടികളുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും, അതുപോലെ ഇത്തരത്തിൽ സൗദിയിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും തിരിച്ചു വരുന്ന വിദ്യാഭ്യാസമുള്ള സോഫ്റ്റ് സ്കില്ലും മറ്റുമൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് അവിടെ ട്രെയിനിങ്ങിനും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് റൂട്ട് ലെവലിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് അവർക്ക് കരിയറിൽ നല്ല വിജയം കൈവരിക്കാനും അതുപോലെ തന്നെ ഉന്നത നിലകളിൽ എത്തിച്ചേരുവാനും അവരെ സഹായിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വെക്കട്ടെ, ഇത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് കൂടിയാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ജോലിക്ക് പ്രവേശിച്ചത് ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെയായിരുന്നു ജോലിക്ക് പ്രവേശിച്ചിരുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ആ റെസ്റ്റ് റൂമിൻ്റെ ഒക്കെ ഒരു പ്രശ്നം കാരണം എനിക്ക് അസുഖം വരികയും അതിനുശേഷം ജോലി ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലാണെങ്കിലും സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാഷ്റൂം അതുപോലെ തന്നെ റെസ്റ്റ് റൂം സൗകര്യങ്ങൾ കുറച്ചുകൂടെ വിപുലീകരിക്കുകയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കണിശമായിട്ടുള്ളൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. മൊത്തം 27 പേര് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കുറേ പേര് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നല്ല നിർദ്ദേശങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളും സർക്കാർ എന്ന നിലക്ക് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അടുത്ത പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലതുണ്ട്. പിന്നെ പൊതുവായി ഉള്ള ചില കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നതിൽ
ഞാനിപ്പോഴൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല. അത് ഒരാലോചനയ്ക്ക് ശേഷം ഉൾപ്പെടുത്തേണ്ടവയെല്ലാം ഉൾപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുക. പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കുട്ടികളും കുടുംബവുമൊക്കെ കൂടി നമ്മുടെ ഓരോ സ്ഥലത്തും യാത്ര ചെയ്തു പോകാനും ഒരു ചെറിയ സമയം ചെലവഴിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. അത് നമ്മുടെ നാടെന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു നാടുമായി താരതമ്യപ്പെടുത്താവുന്ന അവസ്ഥയിലല്ലല്ലോ. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വിസ്തൃത നഗരമാണല്ലോ നമ്മുടെ നാട്. ഇതിൽ ഗ്രാമമേത് നഗരമേത് എന്ന വ്യത്യാസം അത് വലിയ തോതിൽ ഇല്ലാത്ത തരത്തിലാണ് നമ്മുടെ നാട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ സ്വാഭാവികമായ വളർച്ച ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ പുറത്തുപോയി ജീവിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമത്തിലല്ല നമ്മൾ ചെല്ലുന്നത്, അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങളിലാണ്. അവിടെയുള്ള സൗകര്യങ്ങളുടെ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലും സൗകര്യങ്ങൾ വർദ്ധിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ വിഷമമുണ്ടാവും. നമ്മുടെ ആളുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു ഘട്ടത്തിൽ, ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ്, ചില പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ നാടിനെ പറ്റി വലിയ പുച്ഛ. എന്നാൽ നമ്മുടെ ഗൾഫ് മേഖലയിലുള്ളവർക്ക് ആ പുച്ഛം നമ്മൾ കാണില്ല. ഇതിനൊരു മാനസിക പശ്ചാത്തലമുണ്ട്. അവർ ഈ പുച്ഛം തോന്നിയവർ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് കണക്കാക്കിയവരാണ്. അവിടെ തന്നെ ഭാവി ജീവിതം കഴിക്കാമെന്ന് കണക്കാക്കിയവരാണ്. അപ്പം അവർക്ക് ഇവിടുത്തെ ഒന്നും അവിടെയുള്ളതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിടിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മഹാമാരി വന്നപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുള്ളവർ നാട്ടിലെത്തിപ്പെടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടു. കാരണം അവർ നേരിട്ടറിയാണ് ഒരാൾ ജീവനോടെ ഇരിക്കുകയാണ്, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, വെന്റിലേറ്ററിലാണ്. അപ്പോൾ വേറൊരാൾ വരുന്നു, അയാൾക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കണം. വെന്റിലേറ്റർ ഇല്ല, ഈ കണക്ഷൻ വെച്ച് വെച്ചു അയാൾക്ക് കൊടുക്കുന്നു. ഈ കണക്ഷൻ വെച്ച് വെച്ചാൽ അയാളെ മരണത്തിലേക്ക് തള്ളിവിടുക. ഇത് ചെയ്യാൻ പ്രയാസപ്പെട്ട ഡോക്ടർമാരുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന് ചിന്തിച്ച അനേകം ആളുകൾ ആ ഘട്ടത്തിലുണ്ടായി. അപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
നമ്മൾ പടിപടിയായി കാര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചു വരുന്നത്. അപ്പം നിങ്ങളെ കുട്ടിക്കാലത്തുള്ള അവസ്ഥയായിരിക്കില്ല ഇപ്പോൾ നിങ്ങളുള്ള ഓരോ പ്രദേശത്തും. മെല്ലെ മെല്ലെ നമ്മൾ മെച്ചപ്പെട്ടു വരികയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾക്ക് മുൻപുള്ള, എൻ്റെയൊക്കെ കുട്ടിക്കാലം എടുത്താൽ എല്ലാ പ്രദേശത്തും കളിസ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളും ധാരാളം ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ കൈയടക്കി, മനുഷ്യർ തന്നെ. പിന്നെ അതില്ലാതായി, പൊതുവായി കേന്ദ്രീകരിക്കാൻ സ്ഥലമില്ലാതായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലായിടങ്ങളിലും പൊതു ഇടങ്ങൾ വേണം, എല്ലാ വില്ലേജിലും പൊതു ഇടങ്ങൾ വേണം. ഇപ്പോൾ എല്ലാ വില്ലേജിലും പൊതു ഇടങ്ങൾ വേണമെന്നാണ് പറഞ്ഞതെങ്കിൽ അത് പിന്നീട് നമുക്ക് വാർഡ് അടിസ്ഥാനത്തിൽ വേണ്ടി വരും. പണ്ട് കുട്ടികൾക്ക് എവിടെയും ഇറങ്ങി കളിക്കാമായിരുന്നു. ഇന്ന് അതിനുള്ള സൗകര്യമില്ല. എല്ലാവരും അതിർത്തി തിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രദേശത്തും അത്തരം കളിക്കളങ്ങൾ വേണം. ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാറ്റം വന്നതിനെ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ മാറ്റി തീർക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ചില തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് രംഗം കേരളത്തിൽ ഒരുപാട് സ്റ്റേഡിയങ്ങൾ വരികയാണ്. അത് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് വരുന്നത്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് നടപടികൾ. അതിനു പുറമെ കുട്ടികൾക്ക് കളിക്കാനും ഒത്തുകൂടാനുമുള്ള സൗകര്യങ്ങൾ വേണം. ഗ്രന്ഥശാലകളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥശാലകളെയും നല്ല രീതിയിൽ ഉപയോഗിക്കാനാവണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പലയിടത്തും ഇപ്പോൾ ഗ്രന്ഥശാലകളുടെ രൂപം മാറുന്നുണ്ട്. ഈ വായന വലിയ തോതിൽ വന്നല്ലോ ഈ കോവിഡ് കാലത്ത്. അപ്പോൾ ചില പ്രദേശങ്ങൾ ഗ്രന്ഥശാലകളാകെ ഈ വായനയിലേക്ക് മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമം പ്രത്യേകിച്ച്, കാരണം ആവശ്യമായ വാഷ്റൂം സൗകര്യങ്ങൾ പലയിടത്തുമില്ല. ഇക്കാര്യത്തിൽ സമൂലമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്. ഓരോ പ്രദേശത്തും ആവശ്യമായത്ര വാഷ്റൂം കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അത് ഗവൺമെൻറ് തന്നെ തീരുമാനമെന്ന നിലക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എന്താ? ഇടയ്ക്കൊരിടത്ത് നിർത്തി പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റണമെങ്കിൽ അതിനൊരു സ്ഥലമില്ല. അപ്പം നമ്മുടെ പ്രധാന റോഡുകളുടെ സൈഡിലായി നമ്മൾ വിദേശങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള വേസൈഡ് എമ്യൂണിറ്റീസ് ഒരുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പിന്നെ സർക്കാർ കാര്യം എന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാകുന്നതിന് കുറച്ച് നാൾ പിടിക്കും. അത് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ഏതായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. ഇപ്പോൾ നടപടികൾ എടുത്തു വരികയാണ്. സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു, ആര് നടത്തണമെന്ന് കണ്ടു,
അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും തീരുമാനമാകുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ അവിടെയുള്ള ടോയ്ലറ്റുകൾ നല്ല ടോയ്ലറ്റ് ആവണമെന്നും വൃത്തിയുള്ളതാവണമെന്നും അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നും, അവിടെ പെട്രോൾ അടിക്കുന്നവർ മാത്രമല്ല ഒരാൾക്കത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നും ആ നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുക. മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം സംസ്ഥാനത്താകെ വന്നിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ആ തരത്തിലുള്ള തുടക്കം കുറിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ പോലൊരു സംസ്ഥാനത്ത് കുറച്ച് വർഷം കഴിയുമ്പോൾ പലയിടങ്ങളിലായി ഈ സൗകര്യം വരുമെന്ന് തന്നെയാണ് കാണേണ്ടത്. അതിനെ ഒരു നിഷിദ്ധ മനോഭാവത്തോടെ സർക്കാർ കാണുന്നില്ല. ഇവിടെ കെ ഫോണുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അത് ഇൻ്റർനെറ്റ് ഒരു അവകാശമായി മാറുന്നു. ഇൻ്റർനെറ്റ് സാധാരണക്കാർക്ക് ഫ്രീ ആയി കിട്ടുന്ന നില വരും. അതോടൊപ്പം വലിയ ചെലവില്ലാതെ ലഭ്യമാകുന്ന നിലയും വരും. ഇവിടെ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ കാര്യങ്ങളാകെ മാറും. എല്ലായിടങ്ങളിലും കണക്ഷൻ കിട്ടാനാണ് പോകുന്നത്. അതുകൊണ്ടൊരു മറ്റ് തരത്തിലുള്ള ആശങ്ക കവറേജിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ വരില്ല. നമ്മുടെ അനുഭവം, നിങ്ങളുടെ അനുഭവം വ്യക്തമാക്കുകയുണ്ടായി. അത് ചില കേന്ദ്രങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെയുള്ള ഇടപെടലുകൾ വരുന്നു. അപ്പോൾ അത് സർക്കാർ അംഗീകാരത്തോടെ എങ്ങനെ നടപ്പാക്കാനാകുമെന്നത് ചോദിക്കുകയുണ്ടായി. അത് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ പറ്റില്ലേ ആമസോൺ പോലുള്ളത് എന്ന് ചോദിച്ചു. അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. മേക്ക് ഇൻ കേരള അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. നമ്മൾ റോഡ് വികസനത്തിനാണല്ലോ വലിയ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോഡ് വികസനം ഏതെല്ലാം തരത്തിലാണ് നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് നാഷണൽ ഹൈവേ ഒരു ഭാഗത്ത് വികസിക്കുന്നു, സംസ്ഥാന റോഡുകൾ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നു, വിവിധ ഏജൻസികളുടെ പണമല്ലേ ഉപയോഗിക്കുന്നത്, ഗ്രാമീണ റോഡുകൾ വലിയ തോതിൽ വികസിച്ചു വരുന്നു. എല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ. റോഡ് നോക്കിയാൽ കാണാമല്ലോ. അത് വലിയ മാറ്റമാണ് റോഡ് രംഗത്ത് വന്നിട്ടുള്ളത്. യാത്രാ സൗകര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സിഗ്നലുകൾ ഒഴിവാക്കൽ, അതിന് പകരം നമുക്ക് നല്ലതുപോലെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. കാരണം ഇഷ്ടം പോലെ ഫ്ലൈ ഓവറുകൾ കൊണ്ടുവരാൻ പറ്റും, അത് പ്രായോഗികമാവില്ല. അത്യാവശ്യം ചിലയിടങ്ങളിൽ വേണ്ടി വരും. ആ നിലക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ബീച്ചുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ്, അതിൽ ടൂറിസത്തിനും നല്ല പ്രാധാന്യം ആ രംഗത്ത് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിദേശത്തുള്ള ബ്ലോഗേഴ്സിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ഇവിടെ പരിഗണിക്കുന്നില്ല. ആ പ്രശ്നം നമുക്ക് ടൂറിസവുമായിട്ട് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ടൂറിസക്കാരുടെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താം. കുട്ടികളെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ചെറിയ തോതിൽ ഇപ്പോൾ ഉണ്ട്. നാട്ടിൽ പൊതുവൊരു സംസ്കാരമായിട്ടത് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരിലും ഇപ്പോൾ നല്ല താല്പര്യം വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മാറ്റം കാർഷിക രംഗത്ത് നല്ല തോതിൽ വന്നിട്ടുണ്ട്. സ്കൂളുകളുടെ കാര്യത്തിൽ ഇപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ കാർഷിക രീതികളുണ്ട്. പിന്നെ കഴിഞ്ഞൊരു വർഷമൊന്നും നടന്നിട്ടില്ല. ഇനി കോവിഡാനന്തരം അത് വീണ്ടും നമ്മൾ പുനരാരംഭിക്കും.
സർക്കാരിൽ നിന്ന് ഓരോ തൊഴിലിനും വേണ്ട സ്വയം തൊഴിൽ കണ്ടെത്താൻ, സ്വയം സംരംഭകരാകാൻ സഹായങ്ങളുടെ കാര്യത്തിൽ വിവരങ്ങളില്ല എന്ന് പറയുകയുണ്ടായി. അത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ നമുക്കത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. വ്യവസായ സംബന്ധമായ വിവരങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പിന്നെ ശങ്കറിൻ്റെ അഭിപ്രായം വീഡിയോ പരിശീലനം സ്കൂളിൽ വേണമെന്നുള്ളതാണ്. അത് ശങ്കറിന് ആളുകൾ പരിശീലിപ്പിച്ച് കൊടുക്കുന്നു, പക്ഷേ സ്കൂളിൽ തന്നെ വേണമെന്നാണ് പറയുന്നത്. അത് ഏത് ക്ലാസ് തൊട്ട് തുടങ്ങണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും. അത് വിദ്യാഭ്യാസ വിശിഷ്ടരുമായി നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിശോധിക്കാം. IT രംഗത്തുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതു ഉടമസ്ഥയിലുള്ള സെൽഫ് ഫൈനാൻസ് കോളേജുകൾ, അതിൽ വല്ലാത്ത ഫീസില്ല, എന്നാൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാൽ പിന്നെ അത് സെൽഫ് ഫൈനാൻസ് അല്ലാതായി വരും. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ചർച്ച ചെയ്ത് നോക്കാം. സെക്ഷൽ ഹറാസ്മെൻറ്റ് നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായി തന്നെ പോലീസ് അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. പരാതിപ്പെടുന്നത് അതീവ ഗൗരവമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങൾ ഫലപ്രദമാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം പ്രത്യേകം പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ പ്രത്യേകത വെച്ചാൽ ഈ പോസ്റ്ററുകൾ, മറ്റ് ബോർഡുകൾ, അതുപോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഫ്ലക്സുകളിപ്പോൾ എല്ലാവരും ഒഴിവാക്കുന്നതിൽ എടുക്കുന്നുണ്ട്. മറ്റത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാലം മാറട്ടെ, പിന്നീട് നമുക്ക് ആലോചിക്കാം എന്താണെന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് സെക്ഷൽ എഡ്യൂക്കേഷൻ അടക്കം വേണമെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇവിടെ ഒരു വിഷയം അവതരിപ്പിച്ചത് പൊതുമണ്ഡലത്തിലെ എൻക്രോച്ച്മെൻറ്റിനെ പറ്റിയാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് പൊതു ഇടങ്ങൾ വലിയ തോതിൽ ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഈ പറഞ്ഞ ഏതെങ്കിലും വലതുപക്ഷത്തിന് കേന്ദ്രീകരിക്കാവുന്ന തരത്തിലല്ല, നേരത്തെയുള്ള മട്ടിലുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് തന്നെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ടൂറിസത്തിൻ്റെ രംഗത്ത് കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അത് ആ തരത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ആ തരത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. സിനിമാ രംഗത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു. തിയേറ്ററുകളെ കാര്യത്തിൽ തിയേറ്റർ കഴിഞ്ഞൊരു വർഷമായിട്ടില്ലല്ലോ, ഇപ്പം അല്ലേ മെല്ലെ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ആലോചിക്കാം. സൈബർ ക്രൈം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് നടപടികൾ എടുത്തിട്ടുള്ളത്. കൂടുതൽ ശക്തമാക്കാം അത്. റോഡ് നിയമങ്ങൾ പാലിക്കാത്ത അവസ്ഥ അത് നമ്മുടെ നാടിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചിലർ വലിയ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തവരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ളൊരു വ്യത്യാസം, നമ്മളൊരു യാത്ര ചെയ്യുന്നു, വിദേശത്ത് പോയിട്ട് യാത്ര ചെയ്യുന്നു, നിങ്ങൾ ഒരേ വണ്ടി തന്നെ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ദിവസം 2 ദിവസമൊക്കെ ഒരു വണ്ടി ഉപയോഗിക്കും. നിങ്ങൾ ആ വണ്ടി ഹോൺ അടിക്കുന്നതേ കേൾക്കുന്നില്ല. അപ്പോൾ സാധാരണ ആൾക്കൊരു സംശയം തോന്നി, ഇതിന് ഹോണില്ലേ എന്നൊരു സംശയം തോന്നും. വണ്ടി ഹോൺ അടിക്കുന്നേ ഇല്ല. നമ്മളെ നാട്ടിലാണെങ്കിലോ വെറുതെ ഹോൺ അടിക്കുമല്ലോ. ഇതൊരു അവരവരുടെ അവബോധത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. ഇത്തരം കാര്യമടക്കമുള്ള പ്രശ്നങ്ങൾ നല്ലതുപോലെ
മാറി വരേണ്ടതായിട്ടുണ്ട്. അതിൽ കുറേ കൂടി നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആലോചിക്കാം. കാരുണ്യ പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. കാരുണ്യ പദ്ധതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നുള്ളത് ഒരു പ്രചരണം മാത്രമാണ്. അപ്പോൾ അത് തുടരുന്നുവെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടവർക്ക് കിട്ടാതാകുമെന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. പിന്നെ കിഡ്നി മാറ്റിവെക്കുന്നവരുടെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ചിലവാണ്. നേരത്തെ സർക്കാർ ഒരു കാര്യം പ്രഖ്യാപിച്ചു, ആ ചിലവ് കുറക്കാൻ അത് മരുന്ന് ചെറിയ പൈസക്ക് ലഭ്യമാക്കാൻ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കലിനെ കൊണ്ട്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഉണ്ടല്ലോ, KSDP, അതിനെ കൊണ്ട് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വളരെ ചെറിയ കാശിന് ഇത് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുഖേന അത്തരം ആളുകൾക്ക് മരുന്ന് എത്തിക്കാനുള്ളൊരു കാര്യവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സർക്കാർ പരസ്യം തരുന്ന കാര്യത്തെക്കുറിച്ച് പറയേണ്ടായി. ഇപ്പോൾ ചില പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് ചർച്ച ചെയ്ത് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു KR നാരായണൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ചലച്ചിത്ര സംവിധാനത്തിൻ്റെ നിലയുണ്ടല്ലോ. അത് മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നുണ്ട്. അത് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ വളരാൻ പോവുകയാണ്. ഇപ്പോൾ അടൂരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതിന് പറ്റിയ ഒരാളതിന് നേതൃത്വം കൊടുക്കാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരാനാണ് പോകുന്നത്. കുപ്പികൾ വലിച്ചെറിയുന്ന കാര്യം അത് നല്ലത്, അതിൽ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതാണ്. കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട പ്രശ്നം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ കൃഷി ഓഫീസറും ആ സംവിധാനവും നല്ല നിലക്ക് നടന്നു പോകുന്നുണ്ട്. ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ടതാണ്. മൊത്തത്തിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതോടൊപ്പം പഞ്ചായത്തുകളിപ്പോൾ ശ്രദ്ധിക്കുകയാണ് കാർഷിക രംഗത്ത്. കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളും ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ നാട്ടിലുള്ള പ്രധാന ഏജൻസികളൊക്കെ കാർഷിക രംഗത്തേക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥ വരികയാണ്. അതിൻ്റെ മാറ്റം വരും. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് ബിൻ പോലുള്ള കാര്യങ്ങളുടെ കാര്യം നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടത്ര വന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരിക്കണ്ട. ഇനി അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാർട്ടികൾ ഈ നമ്മുടെ ശുചീകരണ പ്രവൃത്തി നടത്താറില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തി എൻ്റെ പാർട്ടി ഏറെക്കുറെ എല്ലാ വർഷവും നടത്തുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇറങ്ങി ചെയ്യുന്ന കാര്യമാണ്. റോഡ് സൈഡിൽ കാര്യങ്ങൾ വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിലക്ക് നടത്താറുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് എൻ്റെ പാർട്ടിയുടെ കാര്യമാണ് എനിക്കറിയാവുന്നത്. ആ പാർട്ടി എല്ലാ വർഷവും നടത്താറുമുണ്ട്. എന്നാൽ അത് വ്യാപകമാവണം, നല്ല രീതിയിൽ എല്ലാവരുടെയും വരണമെന്ന കാര്യം ശരിയാണ്. സൈബറിൽ തെറ്റായ കമൻറ്റുകൾ വന്നാൽ അതിന് ഗൗരവമായി തന്നെ ഇടപെടുന്നുണ്ട്. നിയമത്തിലെ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന നില തന്നെയാണ് വരുന്നത്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവർ കൂലിപ്പണി എടുക്കേണ്ടി വരുന്നു. അതിന് സർക്കാർ സംവിധാനമില്ല. കൂലിപ്പണി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു പണിയെങ്കിലും അവർക്കുണ്ടല്ലോ.
ഒരു പണിയും ഇല്ലാത്ത ധാരാളം ആളുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു പണി ഉണ്ടായി, കല്യാണം കഴിഞ്ഞു, അപ്പോൾ പണി നിർത്തിയ ചിലരുണ്ട്. കുട്ടിയായി, അപ്പോൾ പണി നിർത്തിയവരുണ്ട്. അങ്ങനെ വീട്ടമ്മമാരായി കഴിയുന്ന ധാരാളം പേരുണ്ട്. സാധാരണ നിലക്ക് തൊഴിലൊന്നുമില്ല, വീട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കയറി വരുന്നതിന് മുൻപ് അതിൻ്റെ ഒരു പോർട്ടലാണ് ഉദ്ഘാടനം ചെയ്തത്. അത് KDISCന്റെ നേതൃത്വത്തിൽ ഒരു പോർട്ടൽ. ആ പോർട്ടലിൽ ഇങ്ങനെ വീട്ടിൽ കഴിയുന്നവർക്കെല്ലാം ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം, അവരുടെ യോഗ്യത അടക്കം പറഞ്ഞുകൊണ്ട്. ആ രജിസ്റ്റർ ചെയ്യുന്നവർ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ്. ഇവർ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെടും. കോവിഡോടുകൂടി വർക്ക് ഫ്രം ഹോം എന്ന ഒരു സംസ്കാരം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന ഇത്തരം ആളുകളെ ജോലിക്കെടുക്കാൻ കഴിയും. 3 ലക്ഷം പേരെയെങ്കിലും ഈ ഒരു വർഷം രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് വലിയ തോതിൽ അത് വർദ്ധിക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുക. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പം തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്നവർ, തൊഴിലിനെ പറ്റി ഇപ്പം ആലോചിക്കുന്നില്ല. പക്ഷെ അവരെല്ലാം തൊഴിലെടുക്കുന്നവരായിട്ട് മാറുന്നൊരു പുതിയ രീതി വരും. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പോർട്ടൽ ഇപ്പോൾ ഇന്നത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്വതവേ അവർ ശ്രദ്ധിക്കാറുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്താം. ചില പൊട്ടിപ്പൊളിഞ്ഞ ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ പ്രവാസി തിരിച്ചുവരവിൻ്റെ കാര്യത്തിൽ അത് നല്ല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനും ചില പ്രത്യേക സ്കീമുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഓരോ രംഗത്തുമുള്ള നൈപുണ്യ വികസനം, അതോടൊപ്പം ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കൽ. വിവിധ പ്രദേശത്ത് പോകുമ്പോൾ ആ ഭാഷ വേണം. പ്രത്യേകിച്ച് നേഴ്സുമാരൊക്കെ വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതങ്ങനെ ഭാഷ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാനുള്ള നടപടികൾ, ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിൽ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. നല്ല അഭിപ്രായങ്ങളെന്ന നിലക്ക് അതിനെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണുകയാണ്. നിങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രകടന പത്രികയ്ക്ക് ഉപകരിക്കുന്നവ അതിലേക്ക് സ്വാഭാവികമായും ഗൗരവമായി പരിഗണിക്കും. ഇത്രയും സമയം നിങ്ങളെല്ലാവരും ഇവിടെ ചെലവഴിക്കാൻ, ഇവിടെയും ഓൺലൈനായും ചെലവഴിക്കാൻ തയ്യാറായതിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. നന്ദി മുഖ്യമന്ത്രി.